മലൈക്കോട്ടൈ വാലിബൻ നേര് എന്ന് പറഞ്ഞ മോഹൻലാൽ സിനിമയുടെ ദ ഗ്രാൻഡ് സക്സസിന് ശേഷം ഈ ഒരു പടത്തിന് ആളുകളുടെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുക എന്നുള്ളത് 2 ദിവസമായിട്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ എനിക്ക് മനസ്സിലായി. ഭയങ്കരമായിട്ട് മലൈക്കോട്ടൈ വാലിബൻ ഞാൻ നേരിൻ്റെ മുമ്പും നേര് കഴിഞ്ഞിട്ടുണ്ടോ, നേരിൻ്റെ റിലീസിന് മുമ്പും നേരിൻ്റെ റിലീസ് കഴിഞ്ഞിട്ടും ഞാൻ ഈ ചേഞ്ച് ഭയങ്കരമായിട്ട് കണ്ടു. അതായത് നേര് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നു, ഒരു എൽ ബ്രാൻഡിൻ്റെ വളരെ മാജിക്കലായിട്ടുള്ള ഒരു പെർഫോമൻസ് നമ്മൾ കാണുന്നു. അതിനുശേഷം മലൈക്കോട്ടൈ വാലിബൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പോസ്റ്റർ വരുന്നു, മേക്കിംഗ് വീഡിയോ വരുന്നു, ഭയങ്കരമായിട്ട് ചർച്ചയാവുന്നു. ഇന്നിപ്പോൾ വന്ന പോസ്റ്റർ തന്നെയാണ് ഏകദേശം ഇന്ന് മുതൽ നിങ്ങൾ കൂട്ടിക്കോ 30 ദിവസം, ഓക്കെ, അടുത്ത മാസം ഈ ദിവസം സാധനം റിലീസാണ്. ഇന്നൊക്കെ വന്ന പോസ്റ്ററിന് ഭയങ്കരമായിട്ടുള്ള സോഷ്യൽ മീഡിയ ആക്സെപ്റ്റൻസിയാണ്. ഇതിനു മുമ്പ് എന്തിറങ്ങിയാലും മലൈക്കോട്ടൈ വാലിബൻ റിലേറ്റഡ് ആയിട്ട് എന്തിറങ്ങിയാലും ഫാൻ സർക്കിളിനകത്തും പിന്നെ ഇങ്ങനെ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് ചെയ്യുന്നവരുടെ ഇടയിലുമായിട്ട് ഇങ്ങനെ തത്തിക്കളിച്ച് നടന്നിരുന്ന സാധനം അതിൻ്റെ പുറത്ത് ചാടി ഒരുപാട് പേജുകളിലും ഗ്രൂപ്പുകളിലും ഒക്കെ ആയിട്ട് വേറെ ഫാൻസിനൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഡിബേറ്റ് തുടങ്ങുന്നുണ്ട്. ദാറ്റ്സ് ഓൺലി ബിക്കോസ് നേരിൻ്റെ സക്സസ് ആണ്. ഓക്കെ, മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ ആ റേഞ്ച് പിടിച്ച് എന്താ പറയുക, ബോക്സ് ഓഫീസിൽ ആ ഒരു ചാട്ടം ഉണ്ടല്ലോ, ഈവൻ സലാറിന് വരെ കേരളത്തിലിട്ട്, എസ്പെഷ്യലി കേരളത്തിലൊരു എന്താ പറയുക വൻ ചലഞ്ച് നൽകുന്ന ആ ഒരു അങ്ങനത്തെ ഒരു ബോക്സ് ഓഫീസ് പ്രസൻസ് തന്നെ. പിന്നെ പെർഫോമൻസിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും മലൈക്കോട്ടൈ വാലിബൻ്റെ പുതിയ പോസ്റ്റർ, ഈ സാധനത്തിനടിയിൽ കുറേ ആളുകൾ ഒരു കൈൻഡ് ഓഫ് നെഗറ്റീവും പറയുന്നുണ്ട്. അതായത് ഇതെന്തോന്ന് പറയുക, അഗോരിയ, എന്ത് സാധനം ഇത് മനസ്സിലാവുന്നില്ല, ഇതൊക്കെ മലയാളികൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരുപാട് കമൻറ്റുകളും കാര്യങ്ങളും ഒരു സൈഡിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾക്ക് ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. വരാൻ പോകുന്നത് ഒടിയനും മരക്കാറിനും സംഭവിച്ചതിനേക്കാൾ ഭയാനകം. നോ പ്ലാൻസ് ടു ചേഞ്ച്, നോ പ്ലാൻസ് ടു ഇംപ്രസ്. ഓക്കെ, ഇംപ്രസ് ചെയ്യാൻ ഒരു പ്ലാനും ഇല്ല എന്നാണ് ഈ എഴുതിയ വ്യക്തി പറയുന്നത്. മലൈക്കോട്ടയിലെ വാലിബൻ എന്ന സിനിമയുടെ ടൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ സിനിമയുടെ പ്രതീക്ഷ വാനോളം ഉയർന്നു. പോരാത്തതിന് മോഹൻലാൽ, ലിജോ ജോസ് പെല്ലിശ്ശേരി മലയാള സിനിമ ഈ അടുത്തിടെ കണ്ടിട്ടില്ലാത്ത വിധമുള്ള കൊമ്പോ. പുറത്തു വരുന്ന പോസ്റ്റുകളും മറ്റുമെല്ലാം ഒന്നിനൊന്ന് ക്വാളിറ്റി ഐറ്റം. പക്ഷേ പേടിക്കേണ്ടത് ലിജോയെയാണ്. അയാൾ ആർക്കു വേണ്ടി ഒരു വിട്ടുവീഴ്ചയ്ക്കും ചെയ്യില്ല എന്ന് ഉറപ്പാണ്. നമ്മൾ മലയാളികൾ കണ്ടുമടുത്ത സ്ഥിരം ഐറ്റം മറ്റൊരു രൂപത്തിൽ അല്ലെങ്കിൽ പാത്രത്തിൽ ഒരുക്കി വെച്ചാൽ നമ്മൾ കൈയടിക്കും. സിനിമ വിജയം. വർഷങ്ങൾക്ക് മുമ്പ് ഡബിൾ ബാരൽ എന്ന സിനിമ ഇറക്കി കൂവി പെട്ടിയിൽ കയറ്റിയവരാണ് നമ്മൾ. ആ കാലഘട്ടത്തിൽ നിന്നും മലയാളികൾ കുറേയൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലും വിഷയത്തിലേക്ക് വരാം. മലൈക്കോട്ടൈ വാലിബൻ നമ്മൾ കണ്ടതോ കേട്ടതോ അനുഭവിച്ചതോ ഒന്നുമായിരിക്കില്ല. അതുമാത്രമല്ല, ഈ കഥാ സന്ദർഭം നമ്മൾ അംഗീകരിക്കുവാനും സാധ്യത കുറവാണ്. പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി ലിജോ സിനിമയ്ക്ക് വിട്ടുവീഴ്ച ചെയ്യില്ല. അങ്ങനെയെങ്കിൽ മോഹൻലാൽ എന്ന മനുഷ്യൻ കാത്തിരിക്കുന്ന ദിവസങ്ങളായിരിക്കും മനുഷ്യനെ കൊത്തിക്കീറുന്ന ദിവസങ്ങളായിരിക്കും വരാനിരിക്കുന്നത്. മറിച്ചാണെങ്കിൽ RIP ബോക്സ് ഓഫീസ്. ഈ ഒരു പോസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട്, കാരണം ഞാൻ ഈ സിനിമയുടെ എന്താ പറയുക, ഇപ്പം അടുത്തൊരു സോങ് റിലീസ് കണ്ടു. ആ സോങ് വന്ന ടൈമിൽ തന്നെ ഞാനിങ്ങനെ പറഞ്ഞിട്ട് ഇതെന്തോന്നടേ ഇത് ഒരു സ്പൂൺ ഫീഡിങ് സാധനമല്ല ലിജോ ജോസ് പല്ലിശ്ശേരിൻ്റെ. ഇത് മിക്കവാറും ഭയങ്കര ക്വാളിറ്റി ആയിരിക്കും, പക്ഷേ ഇതൊരു ലെവലപ്പ് സാധനമായിരിക്കും. ഓക്കെ, ഏതോ കാലഘട്ടത്തിൽ ഏതോ നാട്ടിലൊരു ഗുസ്തിക്കാരൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതങ്ങനെയാണ്. ഓക്കെ, അത് എത്രത്തോളം ആളുകൾ മൊത്തം ഇപ്പോൾ കാത്തിരിക്കുന്ന ഒരു 5 അടി 4 അടി കാണും, പറത്തി അടി, ഗുസ്തി അടി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. ലാലേട്ടൻ പറഞ്ഞൊരു കാര്യവും ഈ പോസ്റ്റൊക്കെ വെച്ച് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ എന്തൊക്കെയോ ഒരു എന്താ പറയുക, ഇതൊരു കൈൻഡ് ഓഫ് വേറെ ലിജോ ജോസ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അങ്ങനെ ഇരുത്തി നമുക്കിങ്ങോട്ട് ഇതാ നിങ്ങൾ കണ്ടോളൂ, ഇത് എല്ലായിടത്തും നിങ്ങൾ കാണുന്നതാണ്, അതായിരിക്കില്ല. എവിടെയും നിങ്ങൾ കാണാത്ത ഒരു സന്ദർഭത്തിലും നിങ്ങൾക്ക് ഓഹോ ഇതൊരു നോർമൽ അല്ലല്ലോ എന്ന് തോന്നിക്കുന്ന ഒരു സാധനം വരുന്നത് തോന്നുന്നു. ലാലേട്ടൻ തന്നെ പറയുന്നത് കേട്ടോ. ഇന്ത്യയിൽ അങ്ങനെ ഒരു സിനിമ വന്നിട്ടുണ്ടാവില്ല ആ ഒരു കോൺസെപ്റ്റിൽ. അത് കാര്യം ഒരു സ്ഥലവും ടൈമും സ്പേസും ഇല്ലാത്തൊരു സിനിമയായിട്ടാണ്. ഒന്നുമില്ല, അത് എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം. എവിടെയോ നടന്നൊരു കഥ, അത് അതിൻ്റെ ഒരു മേക്കിംഗ് വളരെ ഡിഫറെൻ്റ് ആണ്, അതിൻ്റെ ആക്ഷൻസ് ഡിഫറെൻ്റ് ആണ്. ആ കഥ ഒരു
ഒരു സെൻ ഫിലിമൊക്കെ കാണുന്ന പോലെയൊക്കെ ഇപ്പോൾ എൻ്റെ കാഴ്ചപ്പാടാണ്. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് ഇത് സെൻ അല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാര്യം അതുപോലെ ഒരു പ്രത്യേകതയുള്ള സിനിമയാണ്. ഒരു ഹൈ ഫിലോസഫി വേണമെങ്കിൽ ഉണ്ടെന്ന് പറയാം, അതിലൊരു സ്പിരിച്വാലിറ്റി ഉണ്ടെന്ന് പറയാം, അതൊന്നുമില്ല എന്ന് പറയാം. അത് ഡിപ്പെൻസ് അപ്പോൾ ഒരു പെയിൻറ്റിങ് കാണുന്ന പോലെയാണ്. നമ്മൾ സിനിമ അങ്ങനെയല്ല, ഒരു പെയിൻറ്റിങ് കണ്ടിട്ട് അങ്ങ് കാണുന്ന പോലെ ആയിരിക്കില്ല ഞാൻ കാണുന്നത്. അതിൻ്റെ വിഷ്വൽസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. സിനിമയ്ക്ക് കുറച്ച് എല്ലാവരും ഒരു ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ചിരുന്ന് കാണുകയാണ്. അപ്പം അതിൽ കുറേ പേർക്ക് ഒരേപോലെ ചിന്തിക്കാം. മറ്റത് തനിച്ചാണ് ഒരു പെയിൻറ്റിങ് കാണുന്ന പോലെ. സോ ഈ സിനിമകളൊക്കെ അങ്ങനെയാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ചിന്തിക്കാം. ഒരു വിഷ്വൽ ട്രീറ്റുള്ള സിനിമയാണ്. ഓക്കെ, അപ്പോൾ ലാലേട്ടൻ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് യൂഷ്വലി കണ്ട സാധനങ്ങളൊന്നും അല്ല. ഓക്കെ, ഈവൻ ലാലേട്ടൻ്റെ കരിയറിൽ ലാലേട്ടൻ തന്നെ എക്സ്പീരിയൻസ് ചെയ്തൊരു അതൊന്നും ഇല്ല ഇതിന്, അത് വേറൊരു സാധനം തന്നെയാണ്. ഓക്കെ, ലിജു ജോസ് പല്ലിശ്ശേരിയുടെ സംഗതി ഉണ്ട്. അവരെ പോലുള്ളൊരു വലിയ ടാലൻസിനെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് എന്റെ പേഴ്സണൽ ആഗ്രഹം അവരുടെ ആക്ടറിനെ ഈ സ്റ്റാറിനെക്കാളും ആക്ടറെ യൂസ് ചെയ്യാനാണ്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമ ഞങ്ങൾക്ക് ഒരുപോലെ അവർക്ക് കൺവിൻസിംഗ് ആവുന്ന ഒരു പ്രോജക്റ്റ് അങ്ങനെ ഓർഗനൈസ് ആവുന്ന ഉറപ്പായിട്ടും അവരോട് ചെയ്യുന്ന ആഗ്രഹമുണ്ട്. പ്രേക്ഷകരോട് പറയാനുള്ളത് നിങ്ങൾ എന്താ പറയുക, നിങ്ങളൊരു ഈ സിനിമ ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് അകത്ത് ഇത്തരത്തിലുള്ള സിനിമകളായിരിക്കും ഉണ്ടാവുക എന്നുള്ളൊരു പ്രീ കൺസീവ്ഡ് ഐഡിയയോടുകൂടി തിയേറ്ററിലേക്ക് വരണമെന്നാണ് ഞാൻ പേഴ്സണലി റിക്വസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇത് നമ്മൾ പ്രതീക്ഷിച്ചു വരുന്നതായിരിക്കും. ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഐറ്റം ഒന്നും അല്ല, ഇത് വേറൊരു തരം സാധനമാണ്. ഇതുവരെയായിട്ട് നമ്മളെ ചിന്തയിൽ വരാത്ത രീതിയിലുള്ള ഒരു കഥയും സന്ദർഭവും ഒരു സ്ഥലവും ഒരു വ്യക്തിയും. അത് ചിലപ്പോൾ അമാനുഷികനാവാം, ചിലപ്പോൾ ഭയങ്കര സ്പിരിച്വൽ ആയിട്ടുള്ളപ്പോൾ ഒരാളായിരിക്കും. ഇന്നിപ്പോൾ പോസ്റ്റർ വന്നപ്പോൾ അഗോരിയാടെ മോഹൻലാൽ എന്ന് ചോദിച്ചു, ഡബിൾ റോളാണോ മോഹൻലാൽ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാലും ഒരു ഗുസ്തി റിലേറ്റഡ് ആണ്. എൻ്റെ ഒരു കോൺസെപ്റ്റിൽ ഞാൻ ഒരു ചെറിയൊരു സാധനം തന്നിരുന്നല്ലോ ഇതിനിടയിൽ, ചെറിയൊരു ഗ്ലിംസ്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് ആൻഡ് ഓൾ പോസ്റ്റേഴ്സ് കാണുമ്പോഴൊക്കെ തോന്നിയെന്ന് പറഞ്ഞാൽ ഒരു നാടോടി ഫൈറ്റർ, ഈ നാടോടി ഗുസ്തിക്കാരൻ, ഈ ഒരു നാട് വിട്ട് വേറൊരു നാട്ടിൽ ചെന്ന് ആ നാട്ടിലെ നല്ലൊരു ഗുസ്തിക്കാരൻ അടിച്ചിട്ട്, അല്ലെങ്കിൽ ആ ഗുസ്തിയിലൂടെ ആ നാട്ടിലെ ആളുകൾക്ക് ഇന്നിപ്പോൾ പോസ്റ്റർ കണ്ടപ്പോൾ ഒരു ഗുരുതുല്യനായിട്ട് വരുന്ന അങ്ങനത്തെ ഒക്കെ ഒരു കൈൻഡ് ഓഫ് സാധനമാവാനാണ് ചാൻസ് കൂടെ. അറിയില്ല, ലിജോ ജോസ് പല്ലിശ്ശേരിയാണ്, എന്തും എടുത്ത് വെക്കടി. നൻപകൽ നേരമാണെന്നുണ്ടെങ്കിലും അങ്ങനെ എല്ലാ സിനിമകളും നിങ്ങൾ നോക്ക്, അങ്ങനെ എന്താണ് കാണിച്ചു കൂട്ടാൻ പോണേ നമുക്ക് പിടുത്തുണ്ടാവില്ല. അപ്പം ചിലപ്പോൾ എന്താ പറയുക, ഈ നേര് എന്ന് പറഞ്ഞ സിനിമയുടെ ആ ഒരു പീക്ക് ഹൈപ്പിൽ നിന്നിട്ട് ഒരു കൈൻഡ് ഓഫ് ലഗേജുമായിട്ടാണ് മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ നൻപകൽ നേരത്തിലേക്ക് ട്രാവൽ ചെയ്യുന്നത്. ആ മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ്റെ പുറത്തിരിക്കുന്ന ആ ഒരു എക്സ്പെക്റ്റേഷൻ്റെ ലഗേജ്, അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയൊരു മാസീവ് സക്സസിൻ്റെ ആ ഒരു ഭാരം ഈക്വലി ലിജോ ജോസിനും നമ്മുടെ വാലിബൻ്റെ ടീമിനും പോവും. അപ്പം അവിടെ ഇവരിതെങ്ങനെ ആളുകളായിട്ട് കണക്ട് ചെയ്തു, ഇത് ഏത് രീതിയിലാവുന്നു എന്നുള്ളത് ഭയങ്കര രസമാണ്. ഓക്കെ, ബിക്കോസ് ഇതിപ്പോൾ ഒന്നുമില്ല, മോഹൻലാൽ എന്ന് പറഞ്ഞ നടന് ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങി അതൊരു ഫ്ലാറ്റായിട്ട് പോയിട്ടാണെന്നുണ്ടെങ്കിൽ വാലിബൻ്റെ എക്സ്പെക്റ്റേഷൻ ഓക്കെ, ലിജോ ജോസ് പല്ലിശ്ശേരി മോഹൻലാൽ വാവ് എന്ന് പറഞ്ഞൊരു എക്സ്പെക്റ്റേഷൻ, അതിൽ നിന്ന് ഭയങ്കരമായിട്ട് ഓക്കെ ലാലേട്ടൻ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് കാണും. ഇതിപ്പോൾ ഭയങ്കര ഹൈപ്പിൽ നേര് നിന്നിട്ട് വാലിബനിക്ക് പോകുമ്പോൾ ലൈക്ക് ആ ഒരു ലഗേജ് കൂടുകയാണ്. ആസ് എൻ ഓഡിയൻ ഭയങ്കരമായിട്ട് കൂടുകയാണ്. ഫാൻസിനപ്പം പിന്നെ പറയണല്ലോ, ഫാൻസിന് ഭയങ്കരമായിരിക്കും. ഈവൺ ആ ടീമിന്, ഞാൻ പറഞ്ഞ ആ ടീമിന് ഭയങ്കരമായിട്ടുള്ളൊരു, കാരണം അവർക്ക് ഇനി വർക്ക് ചെയ്ത് തീർന്നിട്ടുണ്ടാവില്ല ചിലപ്പോൾ. അവരിങ്ങനെ കുറച്ച് എന്താ പറയുക, ഇനിയും ബെറ്റർ ആക്കാൻ പറ്റുമോ നോക്കി ഓടിയായിരിക്കും. കാരണം ഇറങ്ങുന്ന പോസ്റ്ററൊക്കെ അങ്ങനെ തരണം, ആളുകളുടെ ഇടയ്ക്ക് എത്തിക്കണം. ഇനിയിപ്പോൾ കംപ്ലീറ്റ് ട്രെയിലർ വരാനുണ്ട്. സോ എന്താണെങ്കിലും ട്രെയിലറൊക്കെ വരുമ്പോഴത്തേക്ക് എന്ത് സാധനം എന്നുള്ളത് ഏകദേശം പിടുത്തം കിട്ടും. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നോക്കാം. വാലിബൻ്റെ അപ്ഡേറ്റ്സ് ഇനി ഒരു മാസം ടൈമേ ഉള്ളൂ. വാലിബൻ്റെ അപ്ഡേറ്റ്സ് ആയിരിക്കും ഇനി മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കുന്ന വാലിബൻ്റെ അപ്ഡേറ്റ്സ് ആയിരിക്കും.